നോമ്പിൽ 32-ാം ദിനം നാം ധ്യാനിക്കുന്നത് പ്രതികരണം എന്ന വിഷയത്തെ അധികരിച്ച് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. പ്രതികരണങ്ങൾ സകാരാത്മകവും നിഷേധാത്മകവുമുണ്ട്. പ്രതികരിക്കാതെ ഇരിക്കുന്നതും ഒരു പ്രതികരണമാണ്. വളർച്ചയിൽ കുറിയവന് കാട്ടത്തിമരം കയറുന്നത് ശ്രമകരമാണ്. എല്ലാ അഫ്ലുവൻസിൻ്റെയും മധ്യത്തിൽ അനുഭവിച്ച ശൂന്യതയാകാം യേശുവിനെ കാണുവാനുള്ള അവൻ്റെ ശ്രമകരമായ പ്രതികരണത്തിന് കാരണം. കാട്ടത്തിമേൽ കയറുന്നതും യേശുവിനെ ഭവനത്തിൽ സ്വീകരിക്കുന്നതും തൻ്റെ കുറവുകളെ തിരുത്തുന്നതുമായ അവൻ്റെ പ്രതികരണങ്ങളെ സകാരാത്മകമായി തന്നെയാണ് യേശു കാണുന്നത്. അഥവാ ഒരു തിരിച്ചുവരവിന് ആഗ്രഹിക്കുന്നവൻ്റെ എല്ലാ ശ്രമങ്ങളോടും യേശുവിൻ്റെ പ്രതികരണവും സകാരാത്മകമാണ്. അവനോട് സംസാരിക്കുന്നതും അവൻ്റെ ഭവനത്തിൽ പോകുന്നതും അബ്രഹാമിൻ്റെ സന്തതി എന്ന് അവനെ അംഗീകരിക്കുന്നതും എല്ലാം. എന്നാൽ ഇനിയൊരു കൂട്ടരുണ്ട്. അവൻ പാപിയായ ഒരു മനുഷ്യനോടുകൂടെ പാർക്കുവാൻ പോയി എന്ന ഒരു വെടിക്ക് 2 പക്ഷി എന്ന കണക്ക് 2 പേരെയും വിധിക്കുന്ന വിശുദ്ധർ. ഏതാണ് നമ്മുടെ പ്രതികരണം? സ്വയം നീതീകരിക്കുന്നതോ അതോ ഉൾക്കൊള്ളുന്നതും അനുതാപത്തിനും തിരുത്തലിനും വിധേയപ്പെടുന്നതോ? വാളക്കുഴിയിലെ ഒരു കാർഷിക കുടുംബത്തിൽ നിന്നുള്ള നാരായണൻകുട്ടി ട്രാൻസ്പോർട്ട് ബസ് കണ്ടക്ടറായി ജോലി ചെയ്യുമ്പോഴാണ് ഭാര്യയ്ക്ക് അസുഖം പിടിപെടുന്നത്. തത്ഫലമായി ഭവനം പട്ടിണിയും ദാരിദ്ര്യവും ജോലി നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിൽ എത്തിച്ചേർന്നു. അപ്പോഴാണ് മല്ലപ്പള്ളി സ്വദേശിയായ ചാക്കോ ഉപദേശി ഭവനം സന്ദർശിക്കുകയും രോഗാവസ്ഥ മനസ്സിലാക്കി ഇടമുറിയാതെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ഒരിക്കൽ നാരായണൻകുട്ടി ചാക്കോ ഉപദേശിക്ക് തൻ്റെ കയ്യിലുള്ള പണം വാഗ്ദാനം ചെയ്തപ്പോൾ അത് സ്വീകരിക്കാൻ വിസമ്മതിക്കുക മാത്രമല്ല, അദ്ദേഹം തൻ്റെ സാക്ഷ്യം പങ്കിടുകയും ചെയ്തു. 64-ാം ദിവസം 1.5 വർഷമായി കിടപ്പ് രോഗിയായ ഭാര്യ എഴുന്നേറ്റിരിക്കുന്ന കാഴ്ച കണ്ടു. ഏറെ നാളത്തെ രോഗത്തിന് ശേഷം ഭാര്യ സുഖം പ്രാപിച്ചു എന്നതാണ് നാരായണൻകുട്ടിയെ മാറ്റിമറിച്ചത്. രോഗശാന്തി അനുഭവത്തിന് മറുപടിയായി നാരായണൻകുട്ടി സുവിശേഷകൻ സൈമൺ നാരായണൻകുട്ടിയായി മാറി. കഴിഞ്ഞ 25 വർഷമായി മാർത്തോമാ സഭയിലൂടെ ദൈവത്തെ സേവിക്കുന്നു. നാരായണൻകുട്ടിയെ പോലെ ദൈവത്തിൻ്റെ വിളിയോട് ക്രിയാത്മകമായി പ്രതികരിക്കാൻ നമുക്ക് കഴിയും. മറ്റുള്ളവരുടെ വിമർശനങ്ങൾക്ക് മീതെ ദൈവ ഉദ്ദേശ്യം നിറവേറ്റപ്പെടുവാനായി ജീവിതത്തിൻ്റെ വെല്ലുവിളി നിറഞ്ഞ അനുഭവങ്ങളെ പക്വതയോടും ക്രിയാത്മകമായും പ്രതികരിക്കുവാൻ നമുക്ക് സാധ്യമാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.